പുറത്ത് ജോർജേ ചെറുക്കം പോലെ ഞങ്ങൾക്ക് വിഷമമല്ലോ. താനും തന്റെ ആൾക്കാരും ചെന്ന് എത്ര പുള്ളാൻ അടിച്ചു തീർത്തെന്നറിയോ? തന്റെ പുളിക്കലെ കളവന ചാച്ചനുണ്ടല്ലോ, അയാള് മാത്രം അടിച്ച് 2 ഫുള്ള്. 2 ഫുള്ള്. ജോർജ്, എനിക്ക് ദണ്ഡമുണ്ട് ഏട്ടായി. ആൻഡോ, ഞാൻ പറയുന്നത് കേക്ക്. അവൻ നിങ്ങളെ മാത്രമല്ല ഞങ്ങളെയും പറ്റിച്ചു. എനിക്കിനി അങ്ങനെ ഒരു മകനില്ല. തന്നോട് മാപ്പ് പറയാനാണ് ഞാൻ വന്നത്. വേണോ തന്റെ മാപ്പ്? നാട്ടുകാരുടെ മുമ്പിലേ ഞങ്ങളുടെ കുടുംബം നാണം കിട്ടു. അതുകൊണ്ട് എനിക്കൊന്നുമില്ല. പക്ഷെ ഇപ്പോ എനിക്ക് എന്റെ മോളുടെ മുഖത്ത് നോക്കാൻ പറ്റണ്ടായി. അതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ലടോ. താൻ തന്റെ മോന് വേണ്ടി മുട്ടിപ്പോയി പ്രാർത്ഥിച്ചോ. ഞങ്ങളുടെ കയ്യിൽ അവനെ കിട്ടിയാലേ കുഴിച്ചു മൂടാൻ ബാക്കിയുണ്ടാവില്ല. അതിനെ തന്നെ നിങ്ങള് കയ്യിൽ കിട്ടിയാ ഞാൻ തന്നെ അവനെ കൊല്ലും. കോംപ്ലിമെന്റ്സ് ഫ്രം മണികണ്ഠൻ മോട്ടോഴ്സ്. സാർ ഓർഡർ ചെയ്ത വണ്ടി മോടെ കല്യാണം കണ്ട് MD നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി വെഡിങ്. താക്കോൽ കൊടുത്തിട്ട് പോടും. കർത്താവേ, ഇത് താക്കോലോ അതോ പങ്കായോ? ആൻഡോ, എനിക്ക് വിഷമമുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് സഹായിക്കണമെങ്കിൽ പറഞ്ഞാ മതി. കറിയാച്ചാ, ഇപ്പൊ വരുന്ന ദേഷ്യത്തിനെ തന്റെ മൊട്ടത്തല ഞാൻ തല്ലി പൊട്ടിച്ചനെ. പക്ഷേ ഇപ്പൊ എന്റെ മക്കൾക്ക് എന്നെ വേണം. അതുകൊണ്ട് മാത്രം തന്നെ ഞാൻ വെറുതെ വിടുന്നു. അച്ചോ, ആൻഡോ ഇനി ഇവിടെ താൻ നിന്നാൽ തിരുവസ്ത്രത്തിന് ചേരാത്ത പലതും എന്റെ വായിന്ന് വീഴും. ഒരു വൈദികനെ കൊണ്ട് വൈദിക് കൊലവറി പാടിപ്പിക്കണോ? അറിയാച്ച വേണ്ട അച്ചോ. അച്ചോ, ഈ ശോഭിശിയാക്കി സ്തുതിയായിരിക്കട്ടെ. കാലത്തേക്ക് സ്തുതിയായിരിക്കട്ടെ. ഓളെ കാണാനില്ല. ഞാൻ വീട് മുഴുവൻ നോക്കി, എങ്ങും ഇല്ല. എന്തൊക്കെയായിരുന്നു? 20 ലക്ഷം ക്യാഷ് ഉണ്ട്, 101 പവൻ ഗോൾഡ് ഉണ്ട്, കാറുണ്ട്, ഒലക്ക പിണ്ണാക്കുണ്ട്. പോയില്ലേ എല്ലാം? ചാണ്ടി എവിടെ? മോളെ, സത്യമായിട്ടും എനിക്കറിയില്ല. അറിയാമെങ്കിൽ ഞാൻ അവനെ എൻ്റെ ഈ കൈ കൊണ്ട് കൊന്നേനെ. മോക്കറിയോ ഞങ്ങൾ രണ്ടുപേരും? അമ്മച്ചിയോട് അവൻ പറഞ്ഞു കാണും. എന്തിനാ അവൻ എന്നോട് ഇത് ചെയ്തതെന്ന് അറിയാനുള്ള അവകാശം എനിക്കില്ലേ? എന്തെങ്കിലും ചോദിച്ചോ? എടീ പറ, അവനെവിടെയാ? മോള് പേടിക്കണ്ട, അവൻ എവിടെയാണെങ്കിലും